നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെ ജേർണലൈസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ 1st April 2026 അമൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. ഇത് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഡെബിറ്റിനെ സൂചിപ്പിക്കാൻ നമ്മൾ ബൈ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യും, ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ ടു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ അമൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിലോട്ട് 5 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞാൽ അതൊരു കറണ്ട് അസറ്റാണ്, അറിയാലോ, ക്യാഷ് അസറ്റാണ്. അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാനാണ് നമ്മൾ റൂൾ പറയുന്നത്. ഇൻക്രീസ് ഇൻ അസറ്റ് ഡെബിറ്റ് എന്നാണ് നമ്മുടെ അക്കൗണ്ടിങ് റൂൾ പറയുന്നത്. അപ്പോൾ ക്യാഷാണ് അവിടെ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു, ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡെബിറ്റിൽ നമ്മൾ 5 lakh ഡെബിറ്റ് കോളത്തിൽ കൊടുത്തു, ആദ്യത്തെ കോളത്തിനകത്ത് കൊടുത്തു. രണ്ടാമത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ബിസിനസ്സിലോട്ട് അമൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ അമലിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. നമ്മുടെ റൂള് പറയുന്നത് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ ക്രെഡിറ്റ് എന്നാണ്. അപ്പോൾ ക്യാപിറ്റലിനെ രണ്ടാമത് എഴുതി, രണ്ടാമത് ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ ടു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ടു അമൽസ് ക്യാപിറ്റൽ ക്രെഡിറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാറുമ്പോൾ, ഇപ്പോൾ രാഹുൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുകയാണെങ്കിൽ ബൈ ക്യാഷ് ടു രാഹുൽസ് ക്യാപിറ്റൽ. ഗീത സ്റ്റാർട്ടഡ് ബിസിനസ് ആണെങ്കിൽ ബൈ ക്യാഷ് ടു ഗീതാസ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ വരുൺ കമൻസ്ഡ് ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ ബൈ ക്യാഷ് ടു വരുൺസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെയാണ് വരിക. ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എമൗണ്ട് മാറും, ആളുടെ പേര് മാറും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു വെക്കാം, ബൈ ക്യാഷ് ടു ക്യാപിറ്റൽ എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ പർച്ചേസിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ക്യാഷ് പർച്ചേസ് വരാം, ക്രെഡിറ്റ് പർച്ചേസ് വരാം, ചെക്ക് പർച്ചേസ് വരാം. ഇവിടെ ക്യാഷ് പർച്ചേസിൻ്റെ കാര്യം പറയുന്നുണ്ട്. 2nd April 2026 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹20,000. ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 രൂപയുടെ പർച്ചേസ് ആണെങ്കിലും 1 കോടി രൂപയുടെ പർച്ചേസ് ആണെങ്കിലും എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്തു, ബൈ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റ് 20,000 ടു നമ്മുടെ കയ്യിലുള്ള ക്യാഷാണ് കൊടുക്കുന്നത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അസറ്റാണ്. അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാനാണ് റൂൾ പറയുന്നത്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാനും കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാനാണ്. നമ്മുടെ ആദ്യത്തെ കേസിൽ ഇവിടെ ക്യാഷ് കൂടുമായിരുന്നു, ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ. ഇവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കുറയാണ് ചെയ്യുക. അപ്പോൾ ക്യാഷ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ടാണ്. പർച്ചേസ് ഓൾവേസ് ഡെബിറ്റ് എന്നാണ് പറയുക. പർച്ചേസ് ഈസ് ഓൾവേസ് ഡെബിറ്റ് എന്നാണ് പറയാം. പർച്ചേസ് ഈസ് ഓൾവേസ് ഡെബിറ്റ് എന്നാണ് പറയാം. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആകുമ്പോൾ, ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തിനുള്ള പർച്ചേസിനെ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയും, കടത്തിനുള്ള സെയിൽസിനെ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനിൽകുമാർ ₹40,000. ഇപ്പോൾ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ABC കമ്പനി, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം AM ട്രേഡേഴ്സ്, ഇന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇന്ന കമ്പനിയുടെ അടുത്ത് വാങ്ങിച്ചു, ഇന്ന വ്യക്തിയുടെ അടുത്ത് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ ക്രെഡിറ്റിനാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പർച്ചേസിൻ്റെ കേസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, പർച്ചേസ് ഈസ് ഓൾവേസ് ഡെബിറ്റ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഇൻക്രീസ് ആണ്, എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ആളുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്, ക്യാഷ് അല്ല. നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നില്ല. അനിൽകുമാറിന് പൈസ കൊടുക്കാണ്ട്, അപ്പോൾ അനിൽകുമാറിന് പൈസ കൊടുക്കാണ്ടെങ്കിൽ അനിൽകുമാർ നമ്മൾ ക്രെഡിറ്റർ എന്നാണ് പറയുക. ക്രെഡിറ്റർ നമുക്കൊരു ലാബിലിറ്റിയാണ്. അപ്പോൾ ലാബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യാനാണ് അക്കൗണ്ടിങ് റൂൾ പറഞ്ഞത്. ഇൻക്രീസ് ഇൻ ലാബിലിറ്റി ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ടു അനിൽകുമാർ അക്കൗണ്ട്. ഇനി പർച്ചേസ് ചെയ്യുന്നത് ചെക്ക് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ് കൊടുക്കുക. ചെക്ക് എന്ന് പറഞ്ഞാൽ ലെഡ്ജറില്ല അക്കൗണ്ടിങ്ങിനകത്ത്. അപ്പോൾ നമ്മൾ ഏത് ബാങ്കിൻ്റെ ചെക്കാണോ കൊടുക്കുന്നത് ആ ബാങ്കിൻ്റെ പേര്. പർച്ചേസ് അക്കൗണ്ട് ടു കാനറ ബാങ്ക്, പർച്ചേസ് അക്കൗണ്ട് ടു ICICI ബാങ്ക്. അപ്പോൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ചെക്ക് കൊടുത്തിട്ടാണെന്ന് പറയുകയാണെങ്കിൽ പർച്ചേസ് ടു ബാങ്കിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ടു ക്യാഷ്, ചെക്ക് ആണെങ്കിൽ പർച്ചേസ് ടു ബാങ്ക്, ക്രെഡിറ്റ് ആണെങ്കിൽ കടത്തിനാണെങ്കിൽ പർച്ചേസ് ടു പാർട്ടി നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുന്നത് ക്യാഷ് ടു ക്യാപിറ്റൽ, പർച്ചേസ് ടു ക്യാഷ് എന്ന് പഠിച്ചു വയ്ക്കുക. ചെക്ക് ആണെങ്കിൽ ക്യാഷിൻ്റെ സ്ഥാനം മാറ്റി ബാങ്ക് ആക്കുക, ക്രെഡിറ്റ് ആണെങ്കിൽ ക്യാഷിൻ്റെ സ്ഥാനം മാറ്റിയിട്ട് പാർട്ടിയുടെ നെയിം കൊടുക്കുക. ഓക്കെ.